വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. നാളിതുവരെ നാം കേട്ട ഏറ്റവും വലിയൊരു നുണയാണത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം ഇഷ്ടത്തോടുകൂടി ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ കാര്യങ്ങളൊക്കെ പോയതിനു ശേഷം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അവർ തമ്മിൽ തല്ലിപ്പിരിയുകയും ആ സ്ത്രീ ചെന്ന് പരാതി കൊടുക്കുകയാണ്, സാർ എന്നെ പീഡിപ്പിച്ചു. ആ ആളിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അവന്റെ വീട്, അവന്റെ ഫോട്ടോ, അവന്റെ കുടുംബം എല്ലാം ഉൾപ്പെടെ പരസ്പരം ഇഷ്ടത്തിലും പ്രണയത്തിലും ഇരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ കൈമാറുന്നത് എങ്ങനെയാണ് പീഡനമാകുന്നത്? സ്ത്രീകൾക്ക് നിയമം നൽകുന്ന പ്രിവിലേജുകളെ മുതലെടുക്കാനായിട്ടോ ഇത്തരത്തിലുള്ള സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ പരാതി എടുക്കുന്ന നിയമപാലകരോടല്ല എനിക്ക് പറയാനുള്ളത്. അത് കേട്ടവാദി കേൾക്കാത്ത വാദി മാധ്യമ പ്രവർത്തകർ ഓടി വന്ന് പറയുകയാണ്, അവൻ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി ഇവൻ പീഡിപ്പിച്ചു. അതിന്റെ യാഥാർത്ഥ്യം അറിയാനുള്ള ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ആ യുവാവിന് നഷ്ടപ്പെട്ടത് അവന്റെ മാനമായിരിക്കാം. അതിന്റെ സത്യാവസ്ഥ അവന് തെളിയിക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നേക്കാം. അവൻ കാത്തിരുന്നിട്ടുണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തെളിയിക്കുമെന്ന്. പക്ഷേ ദൈവം അതുപോലെ മനുഷ്യരെ കാത്തിരിക്കാനായിട്ട് വിട്ടുകൊടുക്കണമെന്നില്ല. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തുമാകാം. പ്രണയത്തിൽ നിന്നും തെറ്റിപ്പിരിയുമ്പോൾ പീഡനം എന്നുള്ള വാർത്ത നിങ്ങൾ ഒഴിവാക്കുക. അവർ വഞ്ചന കുറ്റമാണെങ്കിൽ അതിനെതിരെ വഞ്ചന കുറ്റമിടുക. പീഡിപ്പിക്കുക, അവരുടെ ഫോട്ടോ കാണിക്കുക, അവന്റെ കുടുംബം, ഇത്തരം നാറിയ ട്രെൻഡിങ് ന്യൂസ് നിങ്ങൾ ഒഴിവാക്കുക.